നമസ്കാരം. എല്ലാ നായകൾക്കും ഏതെങ്കിലും ഒരു ദിവസം വരും എന്നൊരു ചൊല്ലുണ്ട്. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. എന്തായാലും എന്നെപ്പോലൊരു നായിക്ക് ഇതുവരെയും അങ്ങനെ ഒരു ദിവസം വന്നിട്ടില്ല. ഇനി വരുമോ എന്ന് നിശ്ചയവുമില്ല. ഇന്നലെ വളരെ വേദനയോടുകൂടി ഒരു തലസ്ഥാനത്തുള്ള ഒരു സെയിലറാണ്. അദ്ദേഹം ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിലെ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കഥ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഒഗാൻ വിൻസെന്റ്. അദ്ദേഹം ഇന്നലെ രാത്രി വളരെ ലേറ്റായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. അദ്ദേഹം ഇപ്പോൾ അവിടുന്ന് മെത്തനോൾ അവരുടെ വെസലിലോട്ട് പമ്പ് ചെയ്യുകയാണ്. അത് പമ്പ് ചെയ്ത് അവർക്ക് യൂറോപ്പില് പല പോർട്ടുകളിൽ കൊണ്ടു കൊടുക്കേണ്ട ഒരു ദൗത്യത്തിലാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വി ലോഡ് ഫുള്ളി ലൈക്ക് അറൌണ്ട് 54,000 മെട്രിക് ടൺ ഇഫ് 100% ലോഡ്. കപ്പല് മുഴുവൻ നിറയ്ക്കുമെങ്കിൽ 54,000 ടൺ മെത്തനോളാണ് നിറയ്ക്കേണ്ടി വരിക. Sometimes we have 4 to 5 methanol discharge ports around the Europe. അവിടുന്ന് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഇത് നിറച്ചു കഴിഞ്ഞിട്ട് പിന്നെ യൂറോപ്പിൽ കൊണ്ടുവന്ന് 4-5 പോർട്ടുകളിലായിട്ട് അത് വിതരണം ചെയ്യും. അപ്പൊ ഇതിനിടയ്ക്ക് അവിടെ അദ്ദേഹം ആ പാരന്റ് കമ്പനിയുമായി ബന്ധപ്പെട്ട് തന്നെ മെത്തനോളിന്റെ ഒരു സാധ്യതയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. നിരാശനായിട്ട് അദ്ദേഹത്തിന്റെ അവസാനത്തെ കുറിപ്പ്, ബട്ട് വെൻ വിൽ അവർ ചാൻസസ് കം? നമ്മുടെ സമയം എപ്പോഴാണ് തെളിയുക? ഇങ്ങനെ പറയാറുണ്ടല്ലോ, സദാനന്ദന്റെ സമയം എന്ന് പറയുന്നത് പോലെ ഓരോരുത്തരും അവരവരുടെ സമയങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. മെത്തനോൾ എന്ന് പറയുന്ന പുതിയ ഇന്ധനത്തെ സംബന്ധിച്ച് മലയാളികൾ ഏറ്റവും കുറഞ്ഞത് 2 വർഷമായിട്ടെങ്കിലും 2024 ബഡ്ജറ്റ്, അതിന് മുന്നോടിയായിട്ടുള്ള പ്രീ ബഡ്ജറ്റ് ഡിസ്കഷനിൽ ഔദ്യോഗികമായി അറിയിച്ച ഒരു കാര്യമാണ്. 24 കഴിഞ്ഞു, 25ന്റെ ബഡ്ജറ്റ് കഴിഞ്ഞു, ഒരനക്കവും ഇല്ലാതിരിക്കുമ്പോൾ സിംഗപ്പൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യത്തിന്റെ കഥ പറയാനാണ് ഈ ലാറ്റിൻ അമേരിക്കൻ തുടക്കം ആദ്യമേ അവതരിപ്പിച്ചത്. (2024) പ്രീ ബഡ്ജറ്റ് ചർച്ചയെന്ന് പറഞ്ഞല്ലോ. കമ്മ്യൂണിസ്റ്റ് ധനമന്ത്രിയാണ്. ഈ കമ്മ്യൂണിസത്തെ കുറിച്ചൊക്കെ ഈ ഇക്കണോമിക്സ് പഠിക്കുമ്പോൾ പല സ്റ്റേജ്, എവല്യൂഷൻ ഓഫ് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു പാഠഭാഗത്ത് പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ വേട്ടക്കാർ, ഹണ്ടർ, വേട്ടയാടി കിട്ടുന്ന സാധനങ്ങൾ, മൃഗങ്ങളുടെ മാംസവും മറ്റും പൊതുവായി വീതിച്ചെടുക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു സ്വകാര്യ മൂലധനമില്ല. അങ്ങനെ ഒരു കാട്ടിലെ പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറയുന്നത് പോലെയാണ് കേരളം ഇപ്പോഴും ആ പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ലോകം അതിവേഗത്തിൽ ഒരു വിഷയത്തിലോട്ട് കടന്നു പോകുമ്പോഴും ഇതിനെക്കുറിച്ച് ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചു കഴിഞ്ഞിട്ടും കാൽ കാശിന്റെ വില പോലും നൽകാതിരിക്കുമ്പോൾ സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യം, ഒരു രാജ്യമെന്ന് പറയാൻ പറ്റില്ല, ഒരു തിരുവനന്തപുരത്തിന്റെ 1/3. തിരുവനന്തപുരത്തിന്റെ 1/3 ഒരു മലയാളിയാണ് അവിടുത്തെ ഗതാഗത വകുപ്പ് മന്ത്രി മുരളി പിള്ള. അദ്ദേഹം കൂടി പങ്കെടുത്തൊരു യോഗത്തിലാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. അപ്പൊ മലയാളി എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ കാൽക്കാശിന് ഗുണമില്ലാതെ പോകുന്നതെങ്കിൽ മറുനാട്ടിൽ ദേ ആർ എക്സലൻസ് കാണിക്കുകയാണ് അവർ. പല രംഗങ്ങളിലും പലരും കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് മുരളി പിള്ളയെയും ഞാൻ വായിക്കാനിടയായത്. The Singapore authorities plan to issue licenses valid for a 5-year period for methanol bunkering, having opened applications in March this year. നേരത്തെ തന്നെ സെയിലിംഗ് കമന്ററി റിപ്പോർട്ട് ചെയ്താണ്. കഴിഞ്ഞ മാർച്ചിൽ അവരിതിന്റെ ടെൻഡർ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചിരുന്നു. അത് വെറുതെ ഇവിടത്തത് പോലെയുള്ള വിളികളൊന്നുമല്ല. അവർ ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ തീരുമാനിക്കുന്നത്. അങ്ങനെ വിളിച്ച ഇതിന്റെ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 5 മാസം കഴിഞ്ഞപ്പോൾ അവർ കൃത്യമായ റോഡ് മാപ്പ് അനുസരിച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യുകയാണ്. They had received applications from 13 companies
for methanol bunkering licenses, reflecting the industry's growing confidence in methanol as a viable marine fuel. ഇത് അറബി നാട്ടില് അറബിക്ക് പെട്രോൾ കിട്ടിയതുപോലെ നമുക്ക് പെട്രോളിന് തുല്യമായി മെത്തനോൾ ഉൽപ്പാദിപ്പിച്ച് ലോകം മുഴുവൻ സപ്ലൈ ചെയ്യും. എന്റെ അറിവ് ശരിയാണെങ്കിൽ 3000 കോടി രൂപയുടെ മെത്തനോൾ ഇപ്പോഴും ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യാണ്. അങ്ങനെ ഇമ്പോർട്ട് ചെയ്യാൻ വന്ന ഗുജറാത്തിൽ വന്ന ഒരു കപ്പൽ അത് ഇറക്കി കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ എന്തോ ഒരു അപകടമുണ്ടായ വിവരം അക്ഷയ് എനിക്ക് അപ്പോൾ തന്നെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊരു വലിയ കാർട്ടലാണ്. ഇന്നലെ ഉപയോഗിച്ച വാക്കും സെയിലിംഗ് കമ്പനി ഉപയോഗിച്ചൊരു കാർട്ടലാണ്. ഇവിടെ നിലനിൽക്കുന്ന കച്ചവടക്കാർ, മീഡിയേറ്റേഴ്സ്, കപ്പൽ കമ്പനി, അവരുടെ ആ ബിസിനസ്സിന് ഒരു കോട്ടവും വരാൻ പാടില്ല. മെത്തനോൾ ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ തുടർന്നും ഇറക്കുമതി ചെയ്താൽ മതി. അതിന്റെ ചില്ലറ നക്കാപ്പിച്ചകൾ എത്തിക്കേണ്ടിടത്തൊക്കെ എത്തിച്ചു കൊടുത്താൽ അതിന് ബദലായി വേറൊരു നീക്കം ഉണ്ടാവില്ല. അതാണ് ഈ പറയുന്ന സ്റ്റാറ്റസ് കോ തിയറി. നിലവിലുള്ള കാര്യങ്ങൾ അതുപോലെ തുടരുക, ഒരു മാറ്റവും വരുത്താൻ ശ്രമിക്കരുത്. മാറ്റം വരുത്താൻ ശ്രമിക്കുന്നവരെ പേപ്പട്ടിയെ കൊല്ലുന്നത് പോലെ അടിച്ചു കൊല്ലും. അങ്ങനെ ഒരു നാൾ സെയിലിംഗ് കമ്പനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. വി എയിം ടു ഇഷ്യൂ ദ ഫസ്റ്റ് ബാച്ച് ഓഫ് മെത്തനോൾ ബങ്കർ സപ്ലയർ ലൈസൻസസ് ഇൻ ദി ലാസ്റ്റ് ക്വാർട്ടർ ഓഫ് ദിസ് ഇയർ. ഈ വർഷം അവസാനം ലൈസൻസ് കൊടുക്കും. ഡിസംബർ 2025 ആകുമ്പോൾ മെത്തനോൾ സപ്ലൈ ചെയ്യണം. നേരത്തെ പറഞ്ഞില്ലേ 13 കമ്പനികളെ ക്ഷണിച്ചു. അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരുടെ ചിലപ്പോൾ 13 കൊടുക്കാം, ഇല്ലെങ്കിൽ ആ നമ്പർ കുറയ്ക്കാം. എന്തായാലും അത് ഡിസംബർ 25 കൂടി പ്രാബല്യത്തിൽ വരികയാണ്. സിംഗപ്പൂർ ഗതാഗത മന്ത്രി ശ്രീ മുരളി പിള്ളയെ ഒരു 6 മാസത്തേക്കെങ്കിലും കേരളത്തിൽ ഒരു ട്രയൽ അടിസ്ഥാനത്തിൽ ഒരു ഭരണം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് നോക്കിയാലോ. ആരെങ്കിലും ഒന്ന് കസേര ഒന്ന് മാറിക്കൊടുത്താൽ എന്താണ് ഭരണം എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് ബോധ്യമാകും. ദിസ് വിൽ അലോ, അവരുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന പ്രക്രിയയുടെ ഭാഗമാണ്. ദിസ് വിൽ അലോ ലൈസൻസ്ഡ് സപ്ലയേഴ്സ് ടു സപ്ലൈ മെത്തനോൾ ആസ് എ മറൈൻ ഫ്യൂവൽ in the port of Singapore between 1st January 2026 to 31st December 2030. അടുത്ത 5 വർഷത്തേക്ക് 2026 ജനുവരി മുതൽ 2030 വരെ ഡിസംബർ 30 വരെ 5 വർഷത്തേക്ക് മെത്തനോൾ സപ്ലൈ ചെയ്യാനുള്ള കമ്പനികളെ ഈ പറയുന്ന ഈ വർഷ അവസാനം തീരുമാനിക്കും, നടപ്പിലാക്കും. അപ്പോ ജനുവരി മുതൽ, അടുത്ത വർഷം ജനുവരി മുതൽ ലോകം മുഴുവൻ ഏതൊക്കെ കപ്പലുകളാണോ ഓടുന്നത് അവർക്കെല്ലാമുള്ള മെത്തനോൾ സിംഗപ്പൂരിൽ വന്നാൽ സുഗമമായി ലഭിക്കും എന്നുള്ളതാണ് അവർ ഈ പ്രൊജക്ടിലൂടെ ലോകത്തോട് പറയുന്നത്. ദ MPA മാരിടൈം പോർട്ട് അതോറിറ്റി ഓഫ് സിംഗപ്പൂർ. The MPA also conducted a multi-agency chemical spill exercise on Tuesday. ജൂലൈ 15 ഇതിന്റെ തുടക്കം പ്രായോഗികമായി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവരൊരു എക്സസൈസ് നടത്തി. ഓൺ ട്യൂസ്ഡേ വിച്ച് സിമുലേറ്റഡ്, എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് റിയൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഭാഗമായിട്ട് വിച്ച് സിമുലേറ്റഡ് എ മെത്തനോൾ സ്പിൽ ഫ്രം എ കൊളീഷൻ ഇൻവോൾവിംഗ് എ മെത്തനോൾ ക്യാരിയിങ് ടാങ്കർ. ഒരു ടാങ്കർ, മെത്തനോൾ ക്യാരി ചെയ്യുന്ന ഒരു ടാങ്കർ ഒരു അപകടത്തിൽ പെടുമ്പോൾ മെത്തനോൾ പുറത്തു പോകുന്നു. സ്പിൽ ഫ്രം എ കൊളീഷൻ. സാങ്കല്പികമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ ഇവിടെ കാണുമല്ലോ ചില ട്രയലുകൾ നടത്താറുണ്ടല്ലോ. അവരും അതുപോലെ ഇങ്ങനെ ഒരു അപകടം വന്നാൽ അതിനെ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കേണ്ട മെഷേഴ്സ്, അതൊക്കെ നേരിട്ട് അറിയാൻ വേണ്ടി അവരങ്ങനെ ഒരു കൊളീഷൻ ഇൻവോൾവിംഗ് എ മെത്തനോൾ ക്യാരിയിങ് ടാങ്കർ, അങ്ങനെ ഒരു സംഭവം ചൊവ്വാഴ്ച അവർ നടപ്പിലാക്കി, ചെയ്ത് കാണിച്ചു. കണ്ടക്ടഡ് ഓഫ് സിംഗപ്പൂർ സദേൺ കോസ്റ്റ്, സിംഗപ്പൂരിന്റെ സദേൺ കോസ്റ്റിലാണ് അത് നടത്തിയത്. ദ എക്സസൈസ് ഇൻവോൾവ് 11 വെസൽസ്, 11 വെസലുകൾ, കപ്പലും ചെറിയ യാനങ്ങളും ടഗുകളും എല്ലാം ഉൾപ്പെടെ ഇൻവോൾവ് 11 വെസൽസ് ആൻഡ് ഓവർ 150 പേഴ്സണൽ ഫ്രം മോർ ദാൻ 10 ഗവൺമെന്റ് ഏജൻസീസ്. അടിയട സിമ്പൽ 10 സർക്കാർ സ്ഥാപനങ്ങൾ കൂടി ചേർന്നുകൊണ്ട് ആൻഡ് ഇൻഡസ്ട്രി പാർട്ട്നേഴ്സ്, മെത്തനോൾ സപ്ലൈ ചെയ്യുന്നവരും അല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ചേർന്ന് ഒരു എക്സസൈസ് നടത്തി. നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകൾ എന്ത് ചെയ്യുകയാണ്? മേശയുടെ അടിയിൽ കൂടി എന്തെങ്കിലും വാങ്ങിയെടുക്കാൻ പറ്റുമോ എന്നുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മെത്തനോൾ എന്ന് പറയുന്നത് മലയാളത്തിൽ പറയുന്നത് കൊണ്ട് കാസർഗോഡ് ഇരിക്കുന്ന ഒരു ചായക്ക് പോലും വകയില്ലാത്ത ആൾക്ക് പോലും ഒരു 500 രൂപ 1000 രൂപ ദിവസേന കിട്ടാവുന്ന ഒരു തൊഴിൽ മാർഗമാണ് മെത്തനോൾ. ഇന്ധനം അന്വേഷിച്ച് എവിടെയും, റോ മെറ്റീരിയൽ അന്വേഷിച്ച് എവിടെയും പോകണ്ട. ടെക്നോളജി നമ്മുടെ തൊട്ടടുത്ത ടെക്നോളജി ഉണ്ട്. മുടക്കുമുതൽ വളരെ ചെറുതാണ്. ഒരു ചെറിയ ഒരു സ്ഥലം മതി, ഓരോ പഞ്ചായത്തിനും ചെയ്യാം.
ഇത്രയും കുലദ്രോഹം എന്തിനാണ് ഈ സർക്കാർ ഈ ജനങ്ങളോട് കാണിക്കുന്നത്? തൊഴിലില്ലാതെ എത്ര ചെറുപ്പക്കാരാണ്, എത്ര പേരാണ് ദിവസേന ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഈ നാട്ടിലൂടെ കടന്നു പോകുന്നത്? അതാണ് തുടക്കത്തിൽ ശ്രീ യുഗാൻ വിൻസെന്റ് പറഞ്ഞത്, നമ്മുടെ ദിവസം എന്തു വരും.